ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പോവാണ്. അങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ ഉണ്ട്. വളരെ മികച്ച രീതിയിലാണ് കേട്ടോ അതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സൂപ്പറായിട്ടാണ് അവിടെ എല്ലാം റെഡിയാക്കി വെച്ചത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യപടിയായിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് 150 രൂപയാണ്. 150 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തിനു മാത്രമുള്ളതാണ്? ഏകതാ പ്രതിമയുടെ അവിടെ ചെന്നിട്ട് അതിൻ്റെ പുറത്തൂടെ മാത്രം നടന്ന് കാണാനുള്ള പൈസയാണ് ഈ 150 രൂപ. എന്നാൽ അതിൻ്റെ അകത്ത്, അതായത് പ്രതിമയുടെ അകത്ത് ലിഫ്റ്റൊക്കെ വെച്ച് മുകളിലേക്കുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാനും. മ്യൂസിയം പോലെയും ഓരോ സെറ്റപ്പൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ കയറി കാണണമെങ്കിൽ ഒരാൾക്ക് 350 രൂപ കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം എന്ത് ചെയ്തു? ഒരാൾക്ക് 150 രൂപ വെച്ചിട്ടുള്ള സാധാ ടിക്കറ്റാണ് എടുത്തേക്കണേ. പിന്നെ നമുക്കിവിടെ ഉണ്ടല്ലോ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓട്ടോറിക്ഷ പോലെയുള്ള സെറ്റപ്പ് ഉണ്ട്, പിന്നെ 4 വീലർ പോലെ ഒരു മിനി വാനൊക്കെ പോലെയുള്ളൊരു സെറ്റപ്പ് ഉണ്ട്, പിന്നെ സൈക്കിളുണ്ട്. അപ്പോൾ ഇതിന് ഓട്ടോറിക്ഷ സെറ്റപ്പ് ആണെങ്കിൽ അതിനുണ്ട് 2000 എന്താണ്, അതിൻ്റെ കൂടെ ഗൈഡും ഉണ്ടാവും കേട്ടോ. പിന്നെ 4 വീലർ ആണെങ്കിൽ ഒരു 5000 ആണ്. ഇതിൻ്റെ ഒപ്പം അവരൊരു ജംഗിൾ സഫാരി ഒക്കെ ഉണ്ട്, അതൊക്കെ കവർ ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് ഈ റേറ്റ്. ഇതൊന്നും അല്ലാത്ത ആളുകൾക്ക് ഇവിടെ ബസ്സുണ്ട്, ബസ് സർവീസ് ഉണ്ട്, സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട് അങ്ങോട്ട്. ഇത് ബസ് സ്റ്റോപ്പ്. ഇവിടെ നമ്മൾ കാത്തിരിക്കണം ബസ് വരാൻ വേണ്ടി. ഗൈസ്, നമ്മളിപ്പോൾ ബസ് സ്റ്റേഷനിലാണ്, ബസ് സ്റ്റോപ്പിൽ നിന്ന് എഴുതി വെച്ചേക്കുന്ന ആ സംഭവത്തിൽ നിന്ന് അവിടെയല്ല ഇരിക്കേണ്ടത്. അവിടെ വരുമ്പോഴത്തേക്കും തനിയെ തുറക്കുന്ന ഒരു ചില്ലുവാതിലുണ്ട്, അവിടെ വന്ന് നിന്നാൽ അത് തുറക്കും. എന്നിട്ട് അകത്തേക്ക് വരുമ്പോഴത്തേനും നല്ല ഈസി ആയിട്ടുള്ള സെറ്റപ്പായിട്ടുള്ള റൂമാണ് ഇത്. ഇവിടെയൊക്കെ നമുക്ക് ബസ് കാത്തിരിക്കാനായിട്ടുള്ള ഏരിയ ആണ്. ഇവിടെയൊക്കെ ചെയർ പോലെ ചേർത്തുള്ള ഒരു. അപ്പോൾ കാത്തിരുന്ന് നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്, നമുക്ക് പോകാനുള്ള ബസ്. ദൂരെ കാണാൻ കണ്ട ഹെൽമെറ്റ് ലൈസൻസ് ആവശ്യമില്ലാത്ത വണ്ടികൾ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇവിടം വരെയാണ് ബസ്സുള്ളൂ, പിന്നെ നമ്മൾ കുറച്ച് നടന്നു പോകണം.
ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒന്ന് നിൽക്കുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ മുന്നിലാണ്. സർദാർ പട്ടേലിന് ട്രിബ്യൂട്ടായിട്ട് നിർമ്മിച്ചിട്ടുള്ള 597 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ. ഇതിൻ്റെ ഉയരം എന്നൊക്കെ പറഞ്ഞാൽ ഭയാനകമാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇതിൻ്റെ ഈ കാൽപാദം തന്നെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്ത് വലിയ അമൗണ്ടാൻ പ്രതിമയാണ്. ഇതിൻ്റെ കാൽച്ചോട്ടിലൊക്കെ പോയിരുന്നാൽ നമ്മളൊരു മണ്ണത്തിരി പോലെ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ഈ പ്രതിമയുടെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് നർമ്മദാ നദി കാണാൻ പറ്റും കേട്ടോ. അതിൽ സർദാർ സരോവർ ഡാമും കാണാൻ പറ്റും. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡാമുകളിൽ ഒന്നാണ് ഈ സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. നർമ്മദാ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യണത്. നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ കണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അത് കണ്ടു. അതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ വന്ന് കാണുമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അടിപൊളിയായിരുന്നു എന്തായാലും. അപ്പോൾ നമ്മുടെ അടുത്ത കാഴ്ചകൾ, വിശേഷങ്ങൾ ഒക്കെ അടുത്ത എപ്പിസോഡിലാണ്. അത് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.